അസ്സലാമു അലൈക്കും. ഞാൻ എന്നും പതിവാക്കുന്നതും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതുമാണ് അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്നയിലെ ഒരുപാട് നാമങ്ങളുടെ മഹത്വത്തെക്കുറിച്ചും അത് ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ചും ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ മനഃപാഠമാക്കി ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്ക് തീർച്ചയായും സ്വർഗമുണ്ട്. ഈ അറിവ് എല്ലാവർക്കും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആരും ഇത് മനഃപാഠമാക്കാൻ ശ്രമിക്കാത്തത്? എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നാമങ്ങൾ വെച്ച് എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അതിനുള്ള ഉത്തരം ഞാൻ തീർച്ചയായും നൽകിയിരിക്കുമെന്ന്. ഇത് അള്ളാഹു തരുന്ന വാക്കാണ്. ഇതിനപ്പുറം നമുക്ക് എന്താണ് വേണ്ടത്? അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഇസ്മുണ്ട്. ആ ഇസ്മിൻ്റെ അർത്ഥം നമ്മൾ എന്താണോ ചോദിക്കുന്നത് ആ ചോദിക്കുന്നത് നൽകുന്നവൻ, വിളിക്കുന്നവന് വിളിക്ക് ഉത്തരം നൽകുന്നവൻ, പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവൻ എന്നൊക്കെയാണ്. ഇനി ഈ ഇസ്മു മുൻനിർത്തി നമ്മൾ എന്ത് ഉദ്ദേശം അള്ളാഹുവിനോട് പറഞ്ഞാലും അതിനുള്ള ഉത്തരം അള്ളാഹു നൽകും ഇൻഷാ അല്ലാഹ്. ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ നമ്മുടെ വിളിക്ക് ഉത്തരം ലഭിക്കാൻ അള്ളാഹു നമുക്ക് ഉത്തരം നൽകുമെന്ന് പൂർണ്ണ വിശ്വാസം വേണം. അതുപോലെ പതിവാക്കുക. മാത്രവുമല്ല നിസ്കാരവുമെല്ലാം കൃത്യമാക്കുക. പിന്നെ തെറ്റുകൾ ചെയ്യാതിരിക്കുക. ചോദിക്കുന്നവന് ചോദിക്കുന്നത് നൽകുന്ന ഇസ്മേതാണെന്നറിയണ്ടേ? യാ മുജീബു യാ അല്ലാ. ഈ ഇസ്മ 55 വട്ടം എന്നും സുബഹിക്ക് ശേഷം പതിവാക്കിയാൽ നമ്മൾ എന്താണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത് അത് അള്ളാഹു തീർച്ചയായും നൽകും. ഇനി സുബഹിക്ക് ശേഷം തന്നെ ചൊല്ലണമെന്നില്ല, നമുക്ക് ഏത് സമയത്തും ചൊല്ലാം. കൂടുതൽ ചൊല്ലാൻ കഴിയുന്നവർ കൂടുതൽ ചൊല്ലുക. യാ മുജീബു യാ അല്ലാ. നമ്മുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം നൽകാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമാണ്. ഈ ഇസ്മ മുൻനിർത്തി എല്ലാ സങ്കടങ്ങളും അള്ളാഹുവിനോട് പറഞ്ഞാൽ മതി. ആ പ്രാർത്ഥന വെറുതെ ആവില്ല. ഇത് അള്ളാഹു നൽകുന്ന വാഗ്ദാനമാണ് ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.